ഹായ് ഫ്രണ്ട്സ്, ദിലീപിനെ വെറുതെ വിട്ടു. പക്ഷേ അതിജീവിതയ്ക്ക് നീതി കിട്ടുക തന്നെ വേണം. അത് ദിലീപ് ചെയ്ത കുറ്റമാണ്, എന്നിട്ട് അതിജീവിതയ്ക്ക് നീതി മേടിച്ചു കൊടുക്കാമെന്നുള്ള ലെവലിൽ പല അജണ്ടയും വെച്ചിട്ടാണ് പലവരും നടക്കുന്നത്. പക്ഷേ നിരപരാധികളെ ഒഴിവാക്കിക്കൊണ്ട് അതിജീവിതയ്ക്ക് നീതി മേടിച്ചു കൊടുക്കുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം, അല്ലേ? അതുപോലെ തന്നെ ഈ പൾസർ സുനിയെ എന്ത് ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ചിട്ടും, അതുപോലെ ഡ്രോൺ ദിലീപിൻ്റെ അകത്തേക്ക് വരെ ഡ്രോൺ പറത്തിക്കൊണ്ടാണ് മീഡിയക്കാർ നിൽക്കുന്നത്. അതിനെതിരെ ദിലീപ് എന്ത് ചെയ്യുന്നു, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കഷൻ നടത്താം. അതിന് മുന്നേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടനും കൂടി അമർത്താം. ഒപ്പം നിങ്ങൾ കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. അപ്പോൾ വിധി പുറത്തു വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാനുള്ളത് തന്നെയാണ്. നിരപരാധി രക്ഷപ്പെട്ടു. ഇങ്ങനെ ഒരുപാട് നമ്മുടെ വീടുകളിൽ ഒരുപാട് പേര് ഇങ്ങനെ ഒരുപാട് പെട്ട് കിടക്കുന്നവരുണ്ടാവും, അല്ലേ? ഇപ്പം നമ്മൾ ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ഒരുവിധ ആൾക്കാർക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. പലരുടെ വീടുകളിലും സ്വന്തമായിട്ടും ഒക്കെ പെട്ടിട്ടുണ്ടാവും, അല്ലേ? ഓരോ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയിൽ പെട്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതം തന്നെ ചിലവർ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. കുറേ ചാനലുകാർ, പത്രങ്ങൾ, ഓൺലൈൻ മാധ്യമങ്ങൾ, ഇവരൊക്കെ നോക്ക് ഒരുപാട് പേരെ കുറ്റക്കാരാക്കി നിത്യം പറയുന്നുണ്ട്. എന്തൊക്കെയോ പൊടിപ്പും നോങ്ങലും അവനവൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടിട്ട് അവരുടെ ജീവിതം തന്നെ തകർത്ത് തർപ്പണമാക്കുന്നുണ്ട്, അല്ലേ? ഇനി കുറ്റവിമുക്തരെയോ വീണ്ടും കുറ്റക്കാരാക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് ചില്ലറയൊന്നുമല്ല കേട്ടോ. ഈ പാവങ്ങളെ ഒരുപാട് കിടന്ന് കഷ്ടപ്പെടുത്തുന്നവരുണ്ട്. എത്ര ആൾക്കാരാണ് കുറേ വർഷം ജയിലിൽ കിടന്നിട്ട് അവസാനം അവർ കുറ്റവിമുക്തരായി പോകുന്നത്. അവരുടെ ആ വർഷങ്ങളൊക്കെ ആര് തിരിച്ചു കൊടുക്കും? ഈ വീഡിയോ കേൾക്കുന്ന ഒരുപാട് പേര് ഇത് അവർക്ക് കണക്റ്റ് ആവുന്നുണ്ടാവും അവരുടെ ലൈഫുമായിട്ട്. അതുപോലെ ഭാഗ്യലക്ഷ്മി പറഞ്ഞത് എന്താണ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി, ഇവർക്കൊക്കെ എന്താണ് വിവരമുണ്ടോ? ഈ വിധി അവർ മുന്നേ എഴുതി ചേർത്തതാണ് പോലും. അവരാരാണ്? മജിസ്ട്രേറ്റോ? ഈ വിധി അവർ ആദ്യമേ വിചാരിച്ചു ഇത് തന്നെ വരുള്ളൂ. ദിലീപിൻ്റെ കാശിൻ്റെ പവർ കൊണ്ട് ദിലീപ് ഇങ്ങനെ ഒരു വിധി എഴുതിപ്പിക്കും, അതിൽ ആശ്ചര്യപ്പെടാനില്ല. ഇത് ഞാൻ മുന്നേ പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ കൊത്തിക്കീറാൻ വന്നു. ഇപ്പോൾ കണ്ടില്ലേ അങ്ങനത്തെ വിധിയിൽ വന്ന്, അതുകൊണ്ട് നമുക്ക് ആശ്ചര്യപ്പെടാനില്ല എന്നൊക്കെ പറഞ്ഞ് അവർ വലിയൊരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. ഈ വിധി കാത്ത് എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. നമുക്ക് നമ്മുടെ നിയമവ്യവസ്ഥയെ എന്താണ് വിശ്വാസമുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയായിരുന്നു, അല്ലേ? ഒരു നിരപരാധിയായ ഒരു മനുഷ്യനെയാണ് കുത്തിവലിക്കുന്നത്. അയാൾ എത്ര വർഷം അനുഭവിച്ചു, അല്ലേ? അപ്പോൾ ഈ പൾസർ സുനി എന്നൊരാൾ ഇത് ചെയ്തിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് അതിജീവിതം വരെ പറഞ്ഞിട്ടുണ്ട് അയാളാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അയാളാണ് ഒന്നാം പ്രതിയെ കിട്ടിയ സ്ഥിതിക്ക് അയാളും കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഒന്നാം പ്രതിയെ കിട്ടിയ സ്ഥിതിക്ക് അയാളെ ശരിക്കൊന്ന് പിടിച്ച് കൊടഞ്ഞ ഈ അതിജീവിതയ്ക്ക് എന്താവും? നീതി ലഭിക്കും. അവൻ ആര് മുഖാന്തരം, ഏത് പണച്ചാക്കുകളുടെ കൂട്ടമായിട്ടുള്ള പണച്ചാക്കുകളുടെ ദിലീപിനെ ആക്രമിക്കാൻ വന്ന ഏത് സാധനങ്ങളെയാണ് നമുക്ക് നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരേണ്ടതെന്ന് പൾസർ സുനിയെ പിടിച്ച് കൊടയണം. പക്ഷെ അതിന് നമ്മുടെ നിയമത്തിന് എന്തില്ല, അവർക്ക് നട്ടലില്ല. കാരണം എന്താണ്? പൾസർ സുനിയെ കൊടഞ്ഞ, പൾസർ സുനി എന്ന് പറഞ്ഞാൽ സാധാരണ ക്രിമിനലാണ്. അയാളെ വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ കൊടയാം. പക്ഷേ അവൻ്റെ ബാക്കിൽ നിൽക്കുന്ന പണച്ചാക്കുകൾ ആരാണ്? അതുകൊണ്ട് അവനാരും കൊടയില്ല. അവനിപ്പോഴും ബിരിയാണിയും മേടിച്ച് നെയ്ച്ചോറും മേടിച്ചെടുത്ത് അവനിങ്ങനെ എല്ലിൻ്റെ ഉള്ളിൽ വറ്റുകുത്തിങ്ങനെ നടക്കുകയാണ് പൾസർ സുനി. ഇടയ്ക്കിടയ്ക്ക് പരോളിനിറങ്ങുന്നു, സുഖജീവിതം, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കിട്ടുന്നു. ദിലീപിൻ്റെ സെറ്റ് നിന്നാൽ ദിലീപിന് നക്കാപ്പിച്ചിലേ കിട്ടുള്ളൂ. പക്ഷേ ഈ പണച്ചാക്കുകളെ സെറ്റ് നിന്നാലോ ഒരുപാട് പേരെ നിന്ന് കോടിക്കണക്കിന് രൂപ കൊയ്തെടുക്കാം പൾസർ സുനിക്ക്, അല്ലേ? അപ്പോൾ അവനെ പിടിച്ചിട്ടാണ് ആദ്യം എന്ത് ചെയ്യേണ്ടത്? തല്ലിച്ചതച്ച് ആരാണോ, ഏത് മേഡമാണ് പൾസർ സുനി ഈ ദിലീപിനെ കുറ്റം വെക്കാൻ തന്നെ ആദ്യമേ തന്നെ നമുക്കറിയാം. എന്തുകൊണ്ടാണ്? ഒരു മേഡം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ പെണ്ണിനെ റേപ്പ് ചെയ്യുന്നത്, അതിജീവിതയെ റേപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ മേഡം ഇപ്പോൾ വിളിക്കും, ഇവനിത് കുത്തി മേഡം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇത് ദിലീപിൻ്റെ തലയ്ക്ക് ഇട്ട് കൊടുക്കാൻ ആദ്യമേ ഉള്ള ഒരു നീക്കം തന്നെയായിരുന്നു. മേഡവും അതുപോലെ തന്നെ ദിലീപിനെയും കുറ്റം പറയാൻ വേണ്ടിയിട്ടാണ് ഇവൻ ആ വണ്ടിയിലിരുന്നു കൊണ്ട് ഒരു മേഡം വിളിക്കും. അങ്ങനെ ഒരു മേഡം ഇല്ലായിരുന്നു. ഇവന് കുറച്ച് ആൾക്കാരെ ഏൽപ്പിച്ച ദൗത്യമായിരുന്നു ഇത് ദിലീപിൻ്റെ തലയ്ക്ക് ഇടാൻ തന്നെയായിരുന്നു. ദിലീപ് ഉയർന്നു വരുന്നത് ഇഷ്ടപ്പെടാത്ത കുറേ പേരുണ്ട്. നമുക്കൊന്നും അല്ല കേട്ടോ, നമ്മളൊക്കെ സാധാരണക്കാരെ. ദിലീപ് ഉയർന്നാൽ എന്താ, ഉയർന്നില്ലെങ്കിൽ എന്താ, നമുക്ക് അങ്ങനെയാണല്ലോ. അപ്പോൾ ഇവനെയാണ് ആദ്യം അടിച്ച് അവൻ്റെ പരിപ്പ് പുറത്തേക്ക് എടുക്കേണ്ടത് പൾസർ സുനിയാണ് കേട്ടോ. ഇനി നമ്മുടെ കോടതിയുടെ മുന്നിൽ ഈ ചില പോലീസുകാർ കുറച്ച് നക്കാപ്പിച്ച കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ഉണ്ടാക്കും. പക്ഷെ കോടതി അങ്ങനെയല്ല. കോടതിയുടെ മുന്നിൽ സോളിഡ് തെളിവുകൾ വേണം നമുക്ക്. അതായത് വെറുതെ ഒരു തെളിവ്, ബാലചന്ദ്രൻ കുറച്ച് പറഞ്ഞിട്ടുണ്ട് ദിലീപിനെ കുറിച്ച്, ദിലീപ് അങ്ങനെ ചെയ്തു, ആ തെളിവ്. ഈ പിന്നെ മഞ്ജുവാരുടെ കുറച്ച് വായുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ആ തെളിവ്. ഇതൊന്നുമല്ല കോടതിയുടെ മുന്നിൽ വേണ്ടത്. കോടതിയുടെ മുന്നിൽ വാലിഡ് ആയിട്ടുള്ള തെളിവ് വേണം, സോളിഡ് ആയിട്ടുള്ള തെളിവ് വേണം. അല്ലാതെ ഓരോരുത്തരുടെ റെക്കോർഡിങ്സ്, ദിലീപ് അത്രക്കാരനാട്ടാ, ദിലീപ് അത്
ചെയ്തിട്ടുണ്ട് കേട്ടോ, ദിലീപ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു കേട്ടോ. ഇങ്ങനെ കുറേ പേര് ഓരോ റെക്കോർഡ് കൊടുത്ത് 10,500 2,000 തെളിവുകൾ അത്രേ കോടതിയിൽ മുന്നിൽ കൊണ്ടുവച്ച് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ തെളിവാണോ? ഇതാണ് തെളിവ്. അയാളുടെ വീട്ടിലിരുന്ന് ഉപ്പും ചോറും നിന്ന് അയാളിൽ നിന്ന് കിട്ടണം നക്കാപ്പിച്ചും മേടിച്ച് തിന്ന് അവിടെ ചെന്നിരുന്ന് റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഒരുത്തൻ. അതിലെന്തുണ്ട്? അതിലെന്ത് തെളിവുണ്ട്? ഒരു തെളിവുമില്ല. ദിലീപ് എന്തൊക്കെയോ ആ സമയത്ത് എന്തോ അടിച്ചിട്ട് എന്തോ പറയുന്ന എന്തൊക്കെയോ തെളിവ്, അത് ഇതുമായിട്ട് യാതൊരു റിലേഷനും ഇല്ലാത്ത എന്തൊക്കെയോ തെളിവ്. പിന്നെ ഇയാൾ പറയുന്നത് എന്താണ്, എനിക്ക് കുറേ ക്ലിപ്പുകൾ കാണിച്ചു തരാൻ നോക്കി, ആ 5ാമത്തെ ക്ലിപ്പ് ഇടും, നമുക്ക് പൾസർ സുനിയുടെ ക്രൂര കൃത്യങ്ങൾ നമുക്ക് നോക്കാം എന്നൊക്കെ പറയുന്നത്. ഇതിലൊക്കെ എന്തർത്ഥമുണ്ട്? ഈ ക്ലിപ്പുകൾ ഒരുവിധ ആൾക്കാരുടെ കയ്യിലൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. വലിയ വലിയ വമ്പന്മാരുടെ കയ്യിൽ ഈ ക്ലിപ്പുകളുണ്ട്. അവരൊക്കെ ഇരുന്ന് വീട്ടിലിരുന്ന് കണ്ടിട്ടും ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ഈ കുറ്റത്തിൽ ഏർപ്പെട്ടവരാണോ? അല്ല, അവർക്കത് കിട്ടിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കിട്ടിയില്ലായിരിക്കാം. പക്ഷേ ഇയാൾ പറഞ്ഞതിൽ എന്താണ് തെളിവ്? ഇയാൾ പറയുന്നതൊക്കെ ശരിയാണ്. ഇയാളുടെ ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അതൊക്കെ ശരിയാണെന്ന് ആര് പറഞ്ഞു? ഈ പൾസർ സുനി പറഞ്ഞത് ശരിയാണെന്ന് ആര് പറയണു? ഒരു ക്രിമിനലാണ്, ഒരു സിനിമാ ലോകം അടക്കി വാഴുന്നൊരു വ്യക്തിയാണ് നമ്മുടെ ദിലീപ്. അതുകൊണ്ട് തന്നെ അയാൾ അങ്ങനെ ചെയ്യുമോ? ഒരിക്കലും ചെയ്യില്ല. അങ്ങനെ ഈ അന്ന് 2017 എന്ന് പറഞ്ഞാൽ മുടി ചൂടാൻ മന്നനായിട്ടായിരുന്നു ദിലീപ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു സിനിമാ ലോകത്ത്. അങ്ങനെയുള്ള ആളെ തകർക്കാൻ വേണ്ടിയിട്ട് കിട്ടിയ അവസരം എല്ലാവരും മുതലാക്കിയപ്പോൾ ഈ ചാനൽക്കാർ എന്ത് ചെയ്തു? ഇത്രയും വലിയ നടനെയാണോ പിച്ച് ചീന്തേണ്ടത്, എങ്കിൽ പിന്നെ ഞങ്ങളുടെ റേറ്റിംഗ് കൂട്ടാമെന്നുള്ള ലെവലിൽ അവരുടേതായ രീതിയിൽ കുറേ കുത്തിക്കയറ്റി അല്ലേ. അങ്ങനെ ഇത്രയും പ്രാധാന്യമുള്ള ദിലീപിനെ വട്ടപൂശിമാക്കി തീർത്തു. ഇനി ഇതുവരെ ദിലീപിൻ്റെ വായ മൂടി കെട്ടിയിരിക്കുകയായിരുന്നു കേട്ടോ. ഇനി ഒന്നും പറയാതുവരെ പറ്റിയിരുന്നില്ല. കാരണം കോടതിയിലെ പ്രതിയാണ്. പ്രതി ഒരക്ഷരം മിണ്ടാൻ പാടില്ല വാദിയെക്കുറിച്ചിട്ട്. അപ്പോൾ വാദി ഭാഗത്തു നിന്ന് കുറേ ആൾക്കാർ അതും ഇത് എന്നൊക്കെ പറഞ്ഞ് അതിജീവിതയല്ല കേട്ടോ. ആ പെൺകുട്ടി ഒരക്ഷരം ഒരാളെക്കുറിച്ച് ഒന്നും പറയാനില്ല. അത് അതിൻ്റെ ലൈഫ് നോക്കി പോവുകയാണ്. അതിനെ ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ ആൾക്കാർ ദിലീപാണെന്നുള്ള ഒരു അജണ്ട വെച്ചിട്ടാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എതിർഭാഗം നിന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ദിലീപിന് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, ഒന്നും പറയാൻ പാടില്ല. പ്രതിഭാഗമാണല്ലോ. പക്ഷേ കോടതിയിൽ തെളിവ് ഇപ്പം ദിലീപ് ജയിച്ചതുകൊണ്ട് തന്നെ ഇനിയെല്ലാം വെളിവായി വരും. ദിലീപിൻ്റെ വായിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് ദിലീപ് തന്നെ പുറത്തേക്ക് ഇറങ്ങി. ദിലീപിന് റെസ്ട്രിക്ഷൻ ഇല്ല. ദിലീപിന് ആരെയും കോടതിയെ ഭയക്കേണ്ട ആവശ്യമില്ല. എന്നുവെച്ചാൽ കുറ്റവിമുക്തനാണ്, കുറ്റം ചെയ്യാത്തവനാണ്. അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു നാറിയ കളികൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മീഡിയക്കാരുടെ പക്ഷത്തു നിന്ന് നിങ്ങൾ നോക്കി നോക്കൂ. സ്വന്തം വീട്ടിലേക്ക് ഡ്രോൺ പറത്തി വിട്ട് ഭാര്യയെയും കുട്ടിയെയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് വരെ അവർ ഡ്രോണിൽ പകർത്തിയിരിക്കുന്നു. എന്താണ് ഈ അവസ്ഥ? സ്വന്തം വീട്ടിൽ നിൽക്കാനുള്ള അധികാരം അവർക്കില്ലേ? ഈ കാവ്യേനെയും കുട്ടീനെയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഫോട്ടോ വരെ ലീക്കായിരിക്കുന്നു. അവരുടെ വീടിൻ്റെ മുറ്റത്ത് ഉമ്മറത്ത് നിന്നിട്ട് എടുക്കുന്ന ഫോട്ടോ ആണ് ഈ ഡ്രോൺ പറത്തിയിട്ട് ഇവർ എടുക്കുന്നത് കേട്ടോ. ഇയാളുടെ കോമ്പൗണ്ടിലേക്ക് കയറി ചെന്ന് ഡ്രോൺ പറത്തി എടുക്കുന്നതാണ്. നാണമുണ്ട് അവർക്ക്? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഒരാളുടെ സ്വകാര്യതയിൽ കയറിയിട്ടാണോ ഇവർ ചെയ്യുന്നത്? ഞാൻ ഇങ്ങനെ ഒരു പിക്ചർ കണ്ടപ്പോൾ ഞാനെന്താ ആലോചിച്ചു, ഇതെവിടെ നിന്ന് കിട്ടി ഇങ്ങനെ ഒരു പിക്ചർ? പിന്നീടാണ് മനസ്സിലാകുന്നത് ഡ്രോൺ അതിൻ്റെ ഉള്ളിലേക്ക് പറത്തി വിട്ടിരിക്കുന്നു. അവരെ വീടിൻ്റെ ഉള്ളിലേക്ക് പകർത്തി ഇനി അവർ ബെഡ്റൂമിലേക്ക് ഇവരെ വിടുമോ? എനിക്കറിയില്ല. ഇതൊക്കെയാണ് മാധ്യമധർമ്മം. മാധ്യമധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഇടിച്ചു കയറാൻ പാടില്ല. അയാൾ കുറ്റക്കാരനാണെങ്കിലും കുറ്റവിമുക്തനാണെങ്കിൽ പോലും അയാളുടെ പറമ്പിലേക്കും അയാളുടെ ഉമ്മറത്തേക്കൊക്കെ ഡ്രോൺ വിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അയാളുടെ ദൃശ്യങ്ങൾ പകർത്തുക. ഈ ഒരു മനുഷ്യൻ അതിനെതിരെ മിണ്ടുന്നില്ല. രാവിലെ വന്ന് അയാൾ അമ്പലത്തിൽ പോണത് വരെയാണ് ഇവർ ഡ്രോൺ പകർത്തിയെടുക്കുന്നത്. പിന്നാലെ പായാണ് നടന്നിട്ട് അമ്പലത്തിൽ പോവുക, കുറി തൊടുക, വീട്ടിലേക്ക് വരിക, ഭാര്യനും കുട്ടീനും കെട്ടിപ്പിടിക്കുന്നത്, ഇതൊക്കെ ഡ്രോണിൽ പകർത്തി ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക. പുതിയ ന്യൂസുകളാന്ന് പറഞ്ഞിട്ട് ഇവർക്കറിയാം ഇന്ന് വിമുക്തനാവും. അപ്പം ഇന്ന് ഈ നേരം വരെ മാത്രമേ ഞങ്ങൾക്ക് കൊയ്യാൻ പറ്റുകയുള്ളൂ എന്ന്. അങ്ങനെയാണ് അവർ ചെയ്ത് നിന്നിരുന്നത്. പിന്നെ രാവിലെ മുതൽ തമ്പടിച്ച് നിൽക്കുകയാണ്. പുലർച്ചെ മുതൽ എവിടേക്ക് പോകുന്നു? ദിലീപ് ഏത് അമ്പലത്തിൽ പോകുന്നു? എന്തു ചെയ്യുന്നു? കോടതി അയാൾ വരെ നിശബ്ദനായി കുറിയൊക്കെ തൊട്ട് വെള്ളയിട്ട് കോടതിയിൽ വരുന്ന പാവം, ശരിക്കും പാവം തോന്നും. ഇയാൾ എന്തിനെയാണ് ഇയാൾ ഇത്രയധികം ക്രൂശിച്ചിരുന്നത്? ഇനിയൊരു അയാളോട് ഇഷ്ടമുള്ള ഒരാളുടെ വോയിസ് ഒന്ന് കേൾക്കാട്ടോ. അതെ, കാണിക്കണേ. ദിലീപ് കുറ്റക്കാരനായിക്കോട്ടെ, കുറ്റം ചെയ്തിട്ടുണ്ട് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അയാളുടെ വീട്ടിലോട്ട് അങ്ങ് ഇടിച്ചു കയറുക. എന്നിട്ട് അയാളെ കാണാത്തപ്പം മേളിൽ നിന്ന് ഡ്രോൺ ഷൂട്ട് എടുക്കുക. ഇതിന് മാത്രം ഒരുത്തന്റെ വീട്ടിലോട്ട് അവന്റെ പ്രൈവസിലോട്ട് ഇടിച്ചു കയറേണ്ട ആവശ്യമുണ്ടോ ഈ മീഡിയയ്ക്ക്? എന്തൊരു മോശമായ കാര്യമാണ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊരു കുറ്റക്കാരനാണ്, നമുക്ക് കോടതി പോലീസും ഉണ്ട്, അവർ ശിക്ഷ വാങ്ങിത്തുന്നുള്ളൂ. ആ കേസ് ടൈലേ പോകും, നമ്മൾ വാർത്ത കൊടുക്കണം, അഗ്രസീവ് ആകണം, അതിനെല്ലാം ഓക്കെയാണ്. പക്ഷെ ഇതെന്താ? ഇത് ഒരുത്തന്റെ പ്രൈവസിലോട്ട് ഇടിച്ചങ്ങ് കയറിയിട്ട് കുറ്റവും ശിക്ഷയൊക്കെ ഇവന്മാരങ്ങ് തീരുമാനിക്കുക. എന്തൊരു കാലം ഇത്! ഇവന്മാർക്ക് നാണോ മാനോ ഒന്നും ഒട്ടുമില്ലേ. ഒരു ശകലം പോലും നാണോ മാനമില്ലേ. എന്തൊരു സ്ഥലമാണ് ഇത്. നമ്മളെപ്പോലെയുള്ള പ്രേക്ഷകരുടെ വോയിസ് ആണ് ഈ കേൾക്കുന്നത്.
ഇനി അതിജീവിതയ്ക്ക് വേണ്ടി വാദിച്ച നമ്മുടെ വക്കീൽ ടി.ബി. മിനി പറയുന്നതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂട്ടോ. അതിജീവിതയ്ക്ക് നീതി മേടിച്ചു കൊടുക്കുക എന്നല്ല അവരുടെ ലക്ഷ്യം. ദിലീപ് കുറ്റക്കാരനാണെന്ന് തെളിയിച്ച് ദിലീപിനെ തടവറയിലേക്ക് ഇടണം, ഇതാണ് അവരുടെ ലക്ഷ്യം. ദിലീപിന് തൂക്കുകയർ മേടിച്ചു കൊടുക്കും, തടവറ ഒരുങ്ങിക്കഴിഞ്ഞു. എന്താണ് ഈ പൾസർ സുനി എന്ന് പറഞ്ഞ ക്രിമിനൽ പറഞ്ഞു കേട്ടിട്ടാണ് കേട്ടോ, അയാളുടെ വാക്കുകൾ കേട്ടിട്ടാണ് പറയുന്നത്. ഇനി എന്താണ് പിന്നെ ദിലീപ് എന്ന് പറയുന്ന സാധനം ഒരു ബലാത്സംഗം ദിലീപ് തന്നെ നേരിട്ടിട്ട് ഈ പ്രതിയെ ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ അതിജീവിതയെ ചെയ്യുകയാണെങ്കിൽ ഇത്രയും കുഴപ്പമില്ലായിരുന്നു. ഇത് ഗൂഢാലോചന ചെയ്യാൻ എന്താണ് കാരണം? ഗൂഢാലോചന ചെയ്തുകൊണ്ടിടയിൽ ദിലീപിന് തടവറ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ ഗൂഢാലോചന കേസ് എന്ന് പറഞ്ഞാൽ തെളിയിക്കാത്തൊരു പ്രയാസമാണ്. കാരണം ഇതിന് പിന്നിൽ ആര് ഗൂഢാലോചന ചെയ്തു എന്നത് ഭയങ്കര, അതും നല്ല പണച്ചാക്കുകളാകുമ്പോൾ അവർ ഗൂഢാലോചന ചെയ്ത കാര്യം തെളിയിക്കില്ല. അപ്പോൾ ഈ പ്രതികൾ ആരെയാണോ ചൂണ്ടിക്കാണിക്കുന്നത് അവരാണ് തെറ്റുകാർ എന്ന്. അതുകൊണ്ടാണ് ഈ ദിലീപ് ഇത്രയും കാലം അനുഭവിച്ചത്. എന്നുവെച്ചാൽ ഗൂഢാലോചന ആരും ആയോണ്ട് പറഞ്ഞു തീർത്തു എന്ന് ആരും റെക്കോർഡ് ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഗൂഢാലോചന ചെയ്ത ആൾക്കാർ ഇപ്പോഴും സ്റ്റേജിൻ്റെ ബാക്കിൽ നിന്നുകൊണ്ടിരിക്കട്ടെ, അവർ നിന്ന് കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്നലെ എന്നിട്ട് ടി.ബി. മിനി പറയുന്നു കേട്ടോ, എൻ്റെ ജീവൻ ഭീഷണിയിലാണ്, സത്യങ്ങൾ തുറന്നു പറഞ്ഞതുകൊണ്ട്. എന്താണ് ടി.ബി. മിനിനെ ആര് കൊല്ലാൻ പോകുന്നു? അവരുടെ ജോലിയാണ് അല്ലേ, അവരാ ജോലി ചെയ്യുന്നു, അതിനനുസരിച്ച് അവരെ കൊല്ലാൻ നടക്കുകയാണ് ആൾക്കാർ. പിന്നെ ഈ ചാനലുകാർക്കുണ്ടല്ലോ 90% ചാനലുകാരും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു ദിലീപിനെ. 8-9 വർഷം ആഘോഷിച്ചു. ഇപ്പോൾ അവർക്ക് ആഘോഷിക്കാനുള്ള എല്ലാ കാര്യവും കഴിഞ്ഞു. ഇപ്പം ആരും ആഘോഷിക്കുന്നില്ല. ഇപ്പം എല്ലാവർക്കും സങ്കടത്തിലാണ് അവരെല്ലാവരും ഇരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ചാനൽക്കാർ പറയുന്നത് കേട്ടാൽ നമുക്ക് തോന്നും, അയ്യോ ഇയാൾ ഇത്ര വലിയ തീവ്രവാദിയായിരുന്നു, ഇയാൾ ഇത്രയും വലിയ കുറ്റം ചെയ്തോന്ന്. പക്ഷെ അവരുടെ പൊടിപ്പും തങ്ങളും വെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും വായ അടഞ്ഞു കേട്ടോ. ഇനി അവർ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജുഡീഷ്യറി സിസ്റ്റം ശരിയല്ല, കാശിന് മറിയുന്നവരാണ് എന്നൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യത്തെ 6 പ്രതികളെ കണ്ടെത്തി കഴിഞ്ഞാൽ അവർ ഡയറക്റ്റ് ഈ പ്രവൃത്തിയിൽ പങ്കെടുത്ത ആൾക്കാരാണ്. അതുകൊണ്ട് അവർ 6 പ്രതികൾക്കും ശിക്ഷ ഉറപ്പാണ്. 12-ാം തീയതി ശിക്ഷ വിധിക്കാൻ തോന്നുന്നു കേട്ടോ. അതുപോലെ ഈ ബാലചന്ദ്രൻ കുമാറിൻ്റെ തെളിവുകൾ ഹാജരാക്കി അയാൾ മരിച്ചു. പിന്നെന്താണ്, ഇവരൊക്കെ കുറ്റക്കാർ തന്നെയാണോ എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നത് കേട്ടോ. പിന്നെ ദൃശ്യം കണ്ടു എന്ന് പറയുന്നത് നുണയാണോ സത്യമാണോ ഒന്നും അറിയില്ല. ദൃശ്യം കണ്ടാലും കണ്ടില്ലെങ്കിലും അവരെ വീട്ടിൽ വെച്ച് കണ്ടത്, അവർക്ക് ആ ക്ലിപ്പ് കിട്ടിയത് കൊണ്ടായിരിക്കാം, അറിയില്ല. പിന്നെ ഒരു വാർത്ത കിട്ടാൻ വേണ്ടി പരക്കം മഞ്ഞ് നടക്കുന്നവരാണ് നമ്മുടെ ചാനൽക്കാർ അല്ലേ. ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാലോ അവരത് വലുതാക്കി കിട്ടും. അതും ഇത്രയും വലിയ സമൂഹത്തിൽ ഉന്നത നിലയിൽ നിൽക്കുന്ന പേഴ്സൺസ് ഒക്കെ ആകുമ്പോൾ അതിനെ പിടിച്ച് വലുതാക്കുന്ന ഇവരുടെ ഇൻട്രസ്റ്റ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുക. മാധ്യമധർമ്മം ഇപ്പം അവർ ചെയ്യുന്നത് അതാണ്, ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുക എന്നതാണ്. ശരിക്കും മാധ്യമധർമ്മം ഇതല്ല. അവർ മാധ്യമ പ്രവർത്തനത്തിലേക്ക് ഏർപ്പെടുന്ന സമയത്ത് അവർ ഒരുപാട് നിയമങ്ങളൊക്കെ പഠിച്ചിട്ടാണ് വരുന്നത്. പക്ഷെ ഇങ്ങനെയാണ് അവർ ചെയ്യുന്നത്. ഇനി നമ്മുടെ ദിലീപിൻ്റെ വൻ തിരിച്ചുവരവാണ് ഇനി കാണാൻ പോകുന്നത് കേട്ടോ. ഇനി രാജാവായി വാഴ 2ാമതും പോവുകയാണ്. ഈ ദിലീപിൻ്റെ ആ രാവിലെ തന്നെ ഉള്ള തുറന്നു പറച്ചിലിൽ തന്നെയുണ്ട് ഒരു ധ്വനിയുണ്ട് അല്ലേ. ഞാൻ ഇനി നന്നായി ഉയരാൻ പോവുകയാണെന്നുള്ള ധ്വനിയിൽ ആ സെൽഫ് കോൺഫിഡൻസ് വന്നാൽ തന്നെ എല്ലാവരും ഉയരും. നന്നായി വരട്ടെ. അതിനോടൊപ്പം തന്നെ അതിജീവിതയ്ക്ക് നീതി കിട്ടാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ഗൂഢാലോചന സംഘത്തെ എത്രയും പെട്ടെന്ന് പിടിക്കുമാറാകട്ടെ. പിടിക്കാൻ സാധ്യതയില്ല. പൾസർ സുനി വായ തുറക്കാത്തോടത്തോളം കാലം പിടിക്കാൻ സാധ്യതയില്ല. എന്ത് ചെയ്യാനാണ്? എന്തായാലും നന്നായി വരട്ടെ. ഓക്കെ, താങ്ക് യു.